നമുക്ക് ഉഴുന്നൊന്നും ചേർക്കാതെ അരി കുതിർക്കാതെ വളരെ പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ദോശയുടെ റെസിപ്പി നോക്കാം. അപ്പോൾ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ നമുക്ക് എപ്പോഴാണോ തോന്നുന്നത് അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് റെഡി ആക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ദോശമാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനെന്താ ഒരു വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. വറ്റൽമുളക് നല്ല എരിവുള്ളതായതുകൊണ്ടാണ് കേട്ടോ ഞാനിവിടെ ഒന്ന് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ എരിവില്ലാത്ത വറ്റൽമുളകാണെങ്കിൽ ഒരു 2-3 ഒക്കെ എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നല്ല വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. മുളക് പെട്ടെന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് കുതിർന്ന് വന്നതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടി നമ്മൾ പത്തിരിക്ക് ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന ആ ഒരു അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് കടലമാവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2-3 വെളുത്തുള്ളി അതിന് ചേർത്ത് കൊടുക്കാം. ഞാൻ ചെറുതായതുകൊണ്ട് ഒരു 5-6 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലേവറിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഉരുളക്കിഴങ്ങൊക്കെ അരച്ചെടുക്കുന്ന സമയത്ത് ഉരുളക്കിഴങ്ങിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. പിന്നെ നമ്മൾ തൈരും ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ അരച്ച് നോക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും അരച്ചെടുത്താൽ മതി കേട്ടോ. ആദ്യം തന്നെ ഒരുപാട് വെള്ളം അങ്ങ് ചേർത്ത് കൊടുക്കേണ്ട. ഇനി ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്തിട്ട് ഞാൻ ഈ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ഇത് കുറച്ചൊരു തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി അടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വെള്ളമൊക്കെ പാകാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ മാവ് ഈ ഒരു ലൂസിലാണ് വേണ്ടത്, നമ്മുടെ ദോശമാവ്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഉടനെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് ദോശത്തവ ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. നമ്മൾ സാധാരണ ദോശയൊക്കെ ചുറ്റിച്ചെടുക്കുന്നത് പോലെ തന്നെ ചുറ്റിച്ചെടുത്തിട്ട് ചുട്ടെടുക്കാം. എന്നിട്ട് മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് ഇനിയിപ്പോൾ മുരിഞ്ഞ് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയ്യോ ഓയിലോ ബട്ടറോ എന്തും വേണമെങ്കിൽ ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നെയ്യും പിന്നെ നല്ലെണ്ണയും കൂടിയാണ് കേട്ടോ ഇതുപോലെ ആക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ദോശ ഇതുപോലെ ഒന്ന് മുരിഞ്ഞ് വരും. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിത് എടുക്കാം. അല്ലെങ്കിൽ ഇനി സോഫ്റ്റ് ആയിട്ടുള്ള ദോശ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്തും എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് എന്തിൻ്റെയൊക്കെ ചട്നി കൂട്ടിയിട്ടോ അല്ലെങ്കിൽ സാമ്പാർ കൂട്ടിയിട്ടോ ഒക്കെ സെർവ് ചെയ്യാം. നിങ്ങൾ ദോശയിലേക്ക് എന്തൊക്കെ സൈഡ് ഡിഷാണോ കൂട്ടുന്നത് അതുപോലൊക്കെ കൂട്ടിയിട്ട് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പം മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.